തൃശൂരിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി.ജെ.പി. 60 മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നാണ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. നേതൃയോഗത്തിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിട്ടുനിന്നു. ആലപ്പുഴയിലെ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തിയേക്കും. കേരളം ബി.ജെ.പിക്ക് ബാലികേറാമലയല്ലെന്ന് തെളിഞ്ഞെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അവരെല്ലാം വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മുടെ രാഷ്ട്രീയ പണ്ഡിതന്മാരും LDF UDF നേതാക്കന്മാരും നമ്മുടെ മാധ്യമ സിംഹങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ഇത് കേരളമാണ്, ഇവിടെ ഒരു കാരണവശാലും BJP ജയിക്കാൻ പോകുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് കേരളം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്, ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. ആ ധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുന്നത്. ഇത് ശരിയായ കേരളമാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയല്ല, BJP ഇല്ലാതെ ഇനി കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് തെരഞ്ഞെടുപ്പ്. തൃശൂർ അത്ഭുതം അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക, ആ വിജയം നേതാക്കളും കേന്ദ്ര പാർട്ടിയും ഒക്കെ നടത്തിയിട്ടും അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു മിന്നൻ വിജയം എന്ന് പറയുന്നത് വലിയ അധ്വാനത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ഫലം മാത്രമാണ്. അതിൽ തീർച്ചയായിട്ടും ഒരു ഊർജമായി അല്ലെങ്കിൽ ശക്തിയായിട്ട് മുന്നോട്ട് വന്ന ഘടകം എന്ന് പറയുന്നത് വോട്ടിൻ്റെ കാര്യത്തിലല്ല, പക്ഷേ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ മനസ്ഥിതിയിലുണ്ടായ മാറ്റത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുന്നതും ആദരിക്കുന്നതും. വിശദാംശങ്ങൾ നൽകാൻ PT മുഹമ്മദ് ജസീം ചേരുന്നുണ്ട്. ജസീം, ഇന്നിപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു യോഗമായിരുന്നു, നേതൃയോഗമായിരുന്നു ചേരുന്നത്. ഇന്നത്തെ വിലയിരുത്തൽ എന്തൊക്കെയാണ് ഇതുവരെയുള്ള? കൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി ചേരുന്ന ഒരു സംസ്ഥാന സമിതി യോഗം എന്ന് വരെ പറയാവുന്ന ഒരു നേതൃയോഗമാണ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കോർ കമ്മിറ്റി യോഗം രാവിലെ 11 മണിക്ക് തുടങ്ങി. അതിനുശേഷമാണ് നേതൃസമിതി യോഗം ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം അസൗകര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ അറിയിച്ചത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭാവം അവിടെ ചർച്ചയാകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം അത് എങ്ങനെയായി, പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അതിലെ ആ വിജയം പരിശോധിക്കുകയാണ് പ്രധാനപ്പെട്ടത്. അതിൽ വോട്ട് ചോർച്ചയുണ്ടായ പത്തനംതിട്ടയിലെ കാര്യങ്ങൾ പ്രത്യേകം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ പാലക്കാട്, ചേലക്കര എന്നീ നിയമസഭകളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടായേക്കും എന്നുള്ളതാണ്. ഈ യോഗത്തിൽ പത്മജ വേണുഗോപാലും അതുപോലെ PC ജോർജും പുതുതായി BJPയിലേക്ക് കടന്നു വന്നവരാണ്. ഇവരെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പത്മജ വേണുഗോപാലിനും PC ജോർജിനും ഉൾപ്പെടെ എന്ത് സ്ഥാനം നൽകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എങ്ങനെ എടുക്കും, ഏത് രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരെ ഏത് പോസ്റ്റിൽ നിയോഗിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുപോലെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ശോഭാ സുരേന്ദ്രൻ നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടെങ്കിലും അവർ കോർ കമ്മിറ്റിയിലില്ല എന്നുള്ളതാണ്. അവരെ കോർ കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചേക്കും. അത് ഇന്നത്തെ ഒരു കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയേക്കും, ഒരു കോർ കമ്മിറ്റിയിലേക്ക് അവരെ ഉൾപ്പെടുത്തിയേക്കും എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ ഇനി BJPയുടെ സജീവ മുഖത്തേക്ക് തന്നെ കോർ കമ്മിറ്റിയിലൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടിയാണ്. ഈ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് 60 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, അത് 60 നിയമസഭാ സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. കേരളം ഒരു ബാലികേറ മലയല്ല എന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് കെ. സുരേന്ദ്രൻ പറഞ്ഞത്.
കേരളത്തിൽ നടത്തിയ സർവേകളിലും മാധ്യമങ്ങൾക്കെതിരെയൊക്കെ രൂക്ഷമായൊരു വിമർശനം കെ സുരേന്ദ്രൻ പറഞ്ഞു. അവരൊക്കെ പ്രവചിച്ചത് കേരളത്തിൽ ഒരിക്കലും ബി ജെ പി വളരില്ല, അല്ലെങ്കിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള സമീപനമാണ് ആളുകൾ എടുത്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ ജനത അത് തെറ്റിച്ചിരിക്കുന്നു. അത് കേരളം ബി ജെ പിയോടൊപ്പം മുന്നേറുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ നേതൃസമിതി യോഗം നൽകുന്നത്. ഈ കെ സുരേന്ദ്രൻ്റെ ഉൾപ്പെടെയുള്ള വാക്കുകളിൽ ആ ആത്മവിശ്വാസം തന്നെ കാണാമായിരുന്നു. അതുപോലെ സുരേഷ് ഗോപി ഉൾപ്പെടെ പറയുന്നത് തൃശ്ശൂരിൽ കഴിഞ്ഞ 1.5 വർഷമായി കഠിന പ്രയത്നം നടത്തുകയായിരുന്നു. ആ പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ വരുംകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ സമരപരിപാടികൾ അത് ഊർജിതമായി നടത്തുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ED ഈ ഒരു കരുവന്നൂർ വിഷയത്തിൽ EDയുടെ വലിയ അന്വേഷണവും അതുപോലെ തന്നെ നിർണായകമായ തീരുമാനങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു വിഷയത്തിൽ ഇതുപോലെയുള്ള ഒട്ടേറെ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ CPM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ BJP കൂടുതൽ സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ കേരളത്തിലുണ്ടായിട്ടും പ്രതിപക്ഷം ഒരു മൗനമായിട്ട് നിൽക്കുകയാണ്. ഭരണപക്ഷത്തോട് ഒരു തരത്തിലും പ്രതിഷേധം ഉയർത്താതെ നിൽക്കുകയാണ്. തൃശ്ശൂരിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP. 60 മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നാണ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. PT മുഹമ്മദ് ജസീമാണ് വിശദാംശങ്ങൾ നൽകിയത്.